കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതിനെതിരെ പ്രതിഷേധം രൂക്ഷം. ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. വർഷങ്ങളായി നടന്നുവരുന്ന ഓണാഘോഷ പരിപാടി കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇത്തവണ ഇല്ലാത്തത് കാഞ്ഞിരപ്പുഴയിലെയും പാലക്കാട് ജില്ലയിലെയുമുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബിജെപി നേതാക്കൾ ആരോപിച്ചു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലമ്പുഴ ഉദ്യാനം അടച്ച സാഹചര്യത്തിൽ ജില്ലയിൽ നിന്ന് നിരവധി ആളുകൾ ഡാമിലേക്ക് എത്തുമായിരുന്നു. ഉദ്യാനത്തിൽ ഇത്തവണ ഓണപരിപാടികൾ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് കോങ്ങാട് MLAയും മന്ത്രിയായിട്ടുള്ള KA തുളസി മറുപടി പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കോങ്ങാട് മണ്ഡലത്തിലെ കാഞ്ഞിരപ്പുഴ ഡാമും ഉദ്യാനവും ഓണം ആഘോഷിക്കേണ്ട സമയത്ത് അധികൃതർ നിരുത്തരവാദിത്തപരമായി പെരുമാറിയെന്ന് നേതാക്കൾ പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തില് നമുക്കറിയാം, നമ്മളുടെ ഈ കോങ്ങാട് അസംബ്ലി മണ്ഡലത്തില് ഉള്ള ഒരു കാഞ്ഞിരപ്പുഴ ഡാമും ഉദ്യാനവും വർഷങ്ങളായിട്ട് ഓണാഘോഷ പരിപാടികൾ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ നടന്നു വരികയാണ്. പക്ഷേ ഇത്തവണ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഓണാഘോഷ പരിപാടിക്ക് വിലക്ക് കൽപ്പിച്ചിട്ടുണ്ട്. PD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് 100 ദിവസം തികയാൻ നിൽക്കുന്ന ഈ വേളയിൽ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിനോടുള്ള അവഗണന ഈ കോങ്ങാട് MLAയും കേരളത്തിന്റെ പട്ടികജാതി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി തുളസി അവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഇത്തവണ ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിൽ ഇത്തരത്തിൽ ഓണാഘോഷം നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മലമ്പുഴ ഉദ്യാനം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് പാലക്കാട് ജില്ലയിലെയും മലപ്പുറം ജില്ലയിലെയും ഒക്കെ ആളുകൾക്ക് വന്ന് ഓണം ആഘോഷിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രകൃതിരമണീയമായിട്ടുള്ള ഈ കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തെ ഇത്തവണ ഓണാഘോഷ പരിപാടികൾ വിലക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കോങ്ങാട് MLA ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ ശ്രീമതി കോങ്ങാട് MLAക്കെതിരെയായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. BJP മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ, ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത്, കാഞ്ഞിരപ്പുഴ ഏരിയ പ്രസിഡന്റ് അനൂപ്, പൊറ്റശ്ശേരി ഏരിയ പ്രസിഡന്റ് വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ, രമ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. സാമിയ അവതരിപ്പിക്കുന്നു ആർപ്പോ 26. ഷോപ്പിംഗ് ചെയ്യൂ, ഭാഗ്യം സ്വന്തമാക്കൂ. ഈ ഓണം ആഘോഷം സാമിയയോടൊപ്പം. സാമിയ വെഡിംഗ് പാലസ്, മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, അലനല്ലൂർ, പട്ടാമ്പി.